Hi dears, welcome to HSBA classes. I'm Radhika. എക്സാം ഒക്കെ അടുത്തു. നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന കോഴ്സിലെ എന്ന പേപ്പറിലെ കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്താലോ? അപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണാവുന്നതാണ്. And it will deal with all the important details of the repeated questions. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദാറ്റ് ഈസ് ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി. നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞതായിരുന്നു. നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്നുള്ള ഈ ഒരു കോഴ്സിൽ നമ്മൾ ജെൻഡർ, ഡിഫറൻസ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് സെക്സ് ആണ് ആദ്യം പറഞ്ഞത്. ജെൻഡർ ഈസ് സോഷ്യൽ ബട്ട് സെക്സ് ഈസ് ബയോളജിക്കൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ എങ്ങനെയാണ് ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടാക്കേണ്ടത്, അതുപോലെ സൊസൈറ്റി ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടാക്കാനായിട്ട് സൊസൈറ്റിയുടെ റോൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിച്ചത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ്. ദെൻ അതായത് 10 മാർക്ക് ക്വസ്റ്റ്യൻസ്. നമ്മളൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എസ് എ ആൻഡ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വി ആർ ഫോക്കസിങ് അപ്പോൺ 10 മാർക്ക് ആൻഡ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പം ഇതുവരെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച കുറച്ച് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ജെൻഡർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ സ്കൂൾ ആൻഡ് ക്ലാസ് റൂം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതായത് എന്താണ് ജെൻഡർ റോൾസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എവിടെ, സ്കൂളിലും ക്ലാസ് റൂമിലും. അപ്പോ എന്താണ് ജെൻഡർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന കാര്യമാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. പിന്നെ 10 മാർക്കാണ്, എസ് എ ആണ്. അപ്പൊ ആ ഒരു ലെങ്ത്തും സ്പേസും ഒക്കെ വെച്ചിട്ട് വേണം എഴുതാൻ. ദർ ഷുഡ് ബി ആൻ ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒരു 3 ബോഡി പാരഗ്രാഫ് ഉണ്ടായിരിക്കണം ഒരു എസ്സേയില്, പിന്നെ ഒരു കൺക്ലൂഷനും ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 3 ബോഡി പാരഗ്രാഫ്, അങ്ങനെയാണ് പറയുന്നത്. അതായത് ഒരു അടിക്ക് ഒരു പാരഗ്രാഫ് മാത്രമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ആൻ എസ്സേ, ഇറ്റ്സ് എ പാരഗ്രാഫ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താണ് ടോപ്പിക് എന്നുള്ളത് ആദ്യം നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ എന്തിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോണത്. ദെൻ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ ഉണ്ട് വെച്ചാൽ അത് ഒഴിവാക്കുക. വാട്ട്, വിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പ്രിപ്പയർ, അനലൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയും. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെന്റൻസ് ഇൻ എ പാരഗ്രാഫ് ആണ്. അപ്പൊ പിന്നെ ആ ഒരു ഇതിനെ, അതായത് നമ്മുടെ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള 3 പാരഗ്രാഫുകൾ, അതായത് ബോഡി പാരഗ്രാഫുകൾ തിരിക്കേണ്ടത്. അപ്പൊ അതിൽ 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 പോയിന്റ് ആണെങ്കിൽ 3 പാരഗ്രാഫുകളാക്കാം. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ പാരഗ്രാഫുകളാക്കാം. അപ്പോ സ്പേസ് അല്ലെങ്കിൽ ടൈം നിങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ ജെൻഡർ റോൾസ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാം. ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതൊന്നും വേണ്ട, ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. Gender roles refer to the expectations, behaviors, duties, and responsibilities that society assigns to individuals based on gender. അല്ലെ, ജെൻഡർ ബേസ് ചെയ്തിട്ട് സൊസൈറ്റി ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന ചുമതലകളും അല്ലെങ്കിൽ ഡ്യൂട്ടീസുമാണ് എന്ത്, ജെൻഡർ റോൾ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം അല്ലെ, സ്ത്രീകൾ ഇതൊക്കെ ചെയ്യണം, പുരുഷന്മാർ ഇതൊക്കെ ചെയ്യണം, വീട്ടിൽ ഇതൊക്കെ ഒരു എന്താ പറയാ അൺസെഡ് കോഡ്സ് ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. Schools and classrooms are important places where children learn and internalize these roles. ഇപ്പോ നമുക്കറിയാം സ്കൂളും ക്ലാസ് റൂമിലും കൂടെ ഒക്കെയാണ് കുട്ടികൾ ഇതുപോലെ ഈ റോളുകളൊക്കെ പഠിക്കുന്നത്. അവർ ഇന്റർണലൈസ് ചെയ്യുന്നും കൂടെ ചെയ്യുന്നുണ്ട്. ഇന്റർണലൈസ് എന്ന് പറഞ്ഞു വെച്ചാൽ അവരത് ഉൾക്കൊള്ളുക കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉൾക്കൊണ്ട് ആ രീതിയിൽ അവർ പെരുമാറാൻ പഠിക്കുന്നു. Education can either reinforce stereotypes or promote equality. അപ്പോ എഡ്യൂക്കേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീരിയോ ടൈപ്പ്, അപ്പൊ അതായത് നമുക്കറിയാം സ്വതവേ നമ്മുടെ എഡ്യൂക്കേഷനും സൊസൈറ്റിയും ഒക്കെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ എക്സാക്ട് സൊസൈറ്റി ആ ജെൻഡറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ അത് എന്ത് ചെയ്യാണ്, ഊട്ടി ഉറപ്പിക്കുകയാണ് ചിലപ്പോൾ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ ഇക്വാലിറ്റി ബിറ്റ്വീൻ ദ ജെൻഡർ അല്ലെ. ഇതൊക്കെയാണ് എഡ്യൂക്കേഷനിലൂടെ സംഭവിക്കുന്നത്. Then gender roles and responsibilities assigned in schools. അപ്പൊ സ്കൂളിൽ എന്തൊക്കെ തരത്തിലുള്ള ജെൻഡർ റോൾസ് ആണ്
അസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ എന്തൊക്കെ തരത്തിലുള്ള ജെൻഡർ റോൾസ് ആണ് നമ്മൾ സ്കൂളിൽ കാണുന്നത്? ട്രഡീഷണലി സ്കൂൾ സംടൈംസ് അസൈൻ ഡിഫറെന്റ് റെസ്പോൺസിബിലിറ്റീസ് ടു ബോയ്സ് ആൻഡ് ഗേൾസ്. ഇപ്പൊ പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ് ക്ലീനിങ് ഡ്യൂട്ടികളൊക്കെ പെൺകുട്ടികൾക്ക് കൊടുക്കുക, അല്ലെ? അതായത് പിന്നെ ബോയ്സ് മേ ബി എൻകറേജ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് ആൻഡ് ലീഡർഷിപ്പ്, ഗേൾസ് മേ ബി എൻകറേജ്ഡ് ടു മെയിൻറ്റെയിൻ ക്ലെൻലിനെസ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്. ആർട്സ് ഒക്കെ മതി പെൺകുട്ടികൾക്ക്, ഓടും ചാടൊന്നും വേണ്ട. അപ്പൊ ഈ ഒരു സെറ്റ് ഓഫ് കോഡ്സ് ആർ ദെയർ in schools. Boys may receive more opportunities in science and technology, അല്ലെ? ആൺകുട്ടികൾക്ക് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്, അപ്പൊ അവർക്ക് അതിനൊക്കെ ഉള്ള കഴിവുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലാബ് എക്സ്പെരിമെന്റ്സ് ഒക്കെ ബോയ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഗേൾസ് മേ ബി ഡിറക്റ്റഡ് ടുവാർഡ്സ് ആർട്സ് ആൻഡ് ലാംഗ്വേജ് ആക്ടിവിറ്റീസ്. ഇതുപോലെ ലാംഗ്വേജും ആർട്സ് പറഞ്ഞ ഡാൻസ് തിരിച്ചുണ്ട് കേട്ടോ. ബോയ്സ് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റും ഉണ്ട്. അപ്പോ ഇതൊക്കെയാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സച്ച് പ്രാക്ടീസസ് മേ ലിമിറ്റ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് ആൻഡ് എബിലിറ്റീസ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നന്നായി ഡാൻസ് ചെയ്യാൻ അറിയുന്ന ആൺകുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് മാക്സിമം ഡിസ്കറേജ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതുപോലെ കുട്ടികൾക്ക് ഇപ്പൊ ഗേൾസിനാണെങ്കിൽ സ്പോർട്സ് ഇഷ്ടമാണെങ്കിൽ അവര് മാക്സിമം സ്കൂളിലും സൊസൈറ്റിയും ഒക്കെ ഡിസ്കറേജ് ചെയ്യും, അല്ലെ? ഗേൾസ് അങ്ങനെ എന്താ പറയാ ഓടിക്കൂടാ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. അപ്പം അത് അവരുടെ ടാലന്റിനെ ലിമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ജെൻഡർ റോൾസ് എമംഗ് ക്ലാസ്മേറ്റ്സ്, അല്ലെ? ക്ലാസ്മേറ്റ്സ് വഴി എങ്ങനെയാണ് ജെൻഡർ റോൾസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്നെസ്, ജെൻഡർ കോൺഷ്യസ്നെസ്, സ്ത്രീയാണ് ഞാൻ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ക്ലാസ്മേറ്റ്സിന്റെ ഇടയിൽ നിന്ന്? ജെൻഡർ റോൾസ് ഇൻഫ്ലുവൻസ് ഇന്ററാക്ഷൻ എമംഗ് സ്റ്റുഡൻസ്. നമുക്കറിയാം, ടീനേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ടീനേജും അതിന്റെ ചോട്ടിലുള്ള പ്രായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിയർ ഗ്രൂപ്പ്സിന്, ഫ്രണ്ട്സിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രായമാണത്. അപ്പോ ഫോർമേഷൻ ഓഫ് സെപ്പറേറ്റ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ്, അല്ലെ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കും. ഡിഫറെന്റ് എക്സ്പെക്ടേഷൻസ് ഇൻ ബിഹേവിയർ, അതായത് ബോയ്സ് അപ്പൊ അങ്ങനെ പറയും, നീ പെണ്ണല്ലേ, അവരെന്നെ ഫ്രണ്ട്സ് തന്നെ പറയും, സെയിം ഏജ് ഗ്രൂപ്പ്, മേ ബി അവര് എൽഡേഴ്സ് പറഞ്ഞു കേട്ടിട്ടായിരിക്കും അവര് പറയുന്നത്. ദെൻ ഡിഫറെന്റ് പാർട്ടിസിപ്പേഷൻ പാറ്റേൺസ് ഇൻ ആക്ടിവിറ്റീസ്. അപ്പൊ ആക്ടിവിറ്റിയിലൊക്കെ രണ്ടുപേരും രണ്ട് രീതിയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു കോൺഷ്യസ്നെസ്, ജെൻഡർ കോൺഷ്യസ്നെസ് വിൽ ബി ദയർ within the mind of these girls. That's why they are behaving like that. Then pressure to follow traditional gender norms. പിന്നെ അവർക്ക് എന്താണ് പാരമ്പര്യമായിട്ട് കിട്ടിയ ഈ ജെൻഡർ നോംസ് ഒക്കെ പിന്തുടരാനായിട്ടുള്ള പ്രഷർ ഫ്രം ദെയർ ഫാമിലി, സൊസൈറ്റി ഒക്കെ ഉണ്ടായിരിക്കും. ദെൻ പോസിറ്റീവ് പിയർ ഇന്ററാക്ഷൻ ഹെൽപ്സ് സ്റ്റുഡൻസ് റെസ്പെക്ട് ഡൈവേഴ്സിറ്റി. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ, അതായത് ഫ്രണ്ട്സ് പോസിറ്റീവായിട്ട് ഇടപെടുകയാണെങ്കിൽ ഈ ഇതുപോലെ തന്നെ എന്താണ് പറഞ്ഞ ഇപ്പൊ അതിന്റെ ഒന്നുമില്ല, പെൺകുട്ടി ആയാൽ എന്താ സ്പോർട്സിന് കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻകറേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇക്വാളിറ്റി ഉണ്ട് എന്ന് പറയാം. Then gender differences in classroom interactions. Teachers may unintentionally treat students differently, അല്ലെ? ചിലപ്പോൾ ടീച്ചർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പല രീതിയിലും പറയും ചിലപ്പോ, അല്ലെ? കോളിംഗ് ബോയ്സ് മോർ ഫ്രീക്വന്റ് ഫോർ ആൻസേഴ്സ്. കാരണം ബോയ്സ് ആണ് പഠിക്കാൻ കൂടുതലായിട്ട്. ഇപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇല്ല, തിരിച്ചാണ്. എന്തായാലും ബോയ്സ് കുറച്ച് അവർ പ്രൊമോട്ട് ചെയ്യാൻ ചില ടീച്ചേഴ്സിനൊക്കെ വലിയ താല്പര്യമാണ്. എക്സ്പെക്ടിങ് ഗേൾസ് ടു ബി മോർ ഡിസിപ്ലിൻഡ്, അല്ലെ? പെൺകുട്ടികളും എന്തെങ്കിലും കുറച്ച് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ പെണ്ണുങ്ങളല്ലേ എന്ന് ടീച്ചേഴ്സ് അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. എക്സ്പെക്ടിങ് ഗേൾസ് ടു ബി മോർ ഡിസിപ്ലിൻഡ്, അല്ലെ? ഡിഫറെന്റ് ഫീഡ്ബാക്ക് ആൻഡ് എൻകറേജ്മെന്റ്. ബോയ്സ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുട്ടികളെ പുകഴ്ത്തുക, ഗേൾസ് ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവർ വല്ലാതെ എൻകറേജ് ചെയ്യാതിരിക്കുക. അതൊക്കെ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന എന്താ പറയാ ഡിഫറൻസ് ഇൻ ജെൻഡർ അപ്രോച്ച് ആണ്. ദെൻ ക്രിയേറ്റിംഗ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ ക്ലാസ് റൂംസ്. അപ്പൊ എങ്ങനെയാണ് ജെൻഡർ ഇക്വാലിറ്റി? നമുക്കറിയാം സ്കൂളിലൊക്കെ ഇതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പ്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് വളർത്തുന്ന രീതിയിലുള്ള ടെൻഡൻസി പിആർ ഗ്രൂപ്പിൽ നിന്നും ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നും ഫാമിലിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും ഓൾറെഡി ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ജെൻഡർ ഇക്വാലിറ്റി ക്ലാസ് റൂമിൽ ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ടിസിപ്പേഷൻ. ഇപ്പൊ ഗ്രൂപ്പ് വർക്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗേൾസിനും ബോയ്സിനും ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. അത് മാത്രമല്ല സ്പോർട്സും ആർട്സ് ഏത് ആക്ടിവിറ്റി ആണെങ്കിലും ഈക്വൽ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാം. ദെൻ ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ്, അല്ലെ? എടി പൊടി അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. ഈക്വൽ ലീഡർഷിപ്പ്, അപ്പൊ ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് വരെ ഉണ്ട്, അല്ലെ? ദെൻ ഈക്വൽ ലീഡർഷിപ്പ് റോൾസ്, അല്ലെ? അതുപോലെ ലീഡർഷിപ്പ് ഇപ്പൊ സാധാരണയായിട്ട് ബോയ്സിനാണ് ലീഡർ ആക്കിയിട്ട്, ക്ലാസ് ലീഡറൊക്കെ ആക്കിയിട്ടോ സ്കൂൾ ലീഡറൊക്കെ ആക്കിയിട്ടോ ടീച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് ഗേൾസിനും അവസരങ്ങൾ കൊടുക്കുക. ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ ഗേൾസിനെയും
ഗേൾസിനെ മാത്രമല്ല കേട്ടോ, തേർഡ് ജെൻഡറിനെയും ഈക്വൽ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അവർക്കും അവകാശമുണ്ട് പഠിക്കാനായിട്ട്. ടീച്ചർ അവയർനെസ് ആൻഡ് സെൻസിറ്റിവിറ്റി, ഇതിനൊക്കെ ടീച്ചേഴ്സിനും ഇതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആയിരിക്കണം ടീച്ചേഴ്സ്. അവർ അതിനെ പറ്റിയിട്ടുള്ള ബോധവാന്മാരായിരിക്കണം. മാത്രവുമല്ല അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങും കിട്ടണം ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ദെൻ റിപ്രസെന്റേഷൻ, സെക്കൻഡ് വൺ ആണ് റിപ്രസെന്റേഷൻ ഓഫ് ജെൻഡർ റോൾസ് ഇൻ സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് കരിക്കുലം. ഇനി ടെക്സ്റ്റ് ബുക്കിലും കരിക്കുലത്തിലൊക്കെ ഉള്ള ജെൻഡർ റോൾസിനെ പറ്റിയിട്ടാണ് അല്ലെ, എങ്ങനെയാണ് അതൊക്കെ പറയുന്നത്. ടെക്സ്റ്റ് ബുക്സ് ആൻഡ് കരിക്കുലം ഇൻഫ്ലുവൻസ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റി ആൻഡ് ജെൻഡർ. ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതിലൂടെയാണ് സൊസൈറ്റീനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ജെൻഡറിനെ പറ്റിയിട്ടൊക്കെ കുട്ടികൾ മനസ്സിലാക്കുന്നത്. So representation of gender roles in textbooks. Traditional textbooks often show എങ്ങനെ men as leaders and workers അല്ലെ, പുരുഷന്മാര് വർക്കേഴ്സ് ഒക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ ബ്രെഡ് വിന്നേഴ്സ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. വിമൻ ആർ കെയർ ഗിവേഴ്സ് അല്ലെ, അമ്മ എന്ന് പറഞ്ഞു വെച്ചാൽ കെയർ ചെയ്യാനുള്ള ആള്. ബോയ്സ് ഇൻ ആക്റ്റീവ് റോൾസ് അല്ലെ, ഇതുപോലെ തന്നെ സ്പോർട്സ് ആയാലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ ഡൂവേഴ്സ് ആർ ജെറ്റ്സ് ഓർ ബോയ്സ്. ഗേൾസ് ഇൻ ഡൊമസ്റ്റിക് റോൾസ് അല്ലെ, അമ്മയെ സഹായിക്കുക എന്നൊക്കെയാണ് ഗേൾസിന്റെ ഒരു എന്താ പറയാ മോട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യമൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറയുന്നത്. ദീസ് റിപ്രസെന്റേഷൻസ് മേ സ്ട്രെങ്തൻ സ്റ്റീരിയോടൈപ്സ്. അപ്പൊ ഇതൊരിക്കലും ഈക്വാലിറ്റി ഉണ്ടാക്കില്ല, നേരെ മറിച്ച് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്നെസ് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുള്ളൂ. പിന്നെ നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ ഒരു ട്രെൻഡ് മാറുന്നുണ്ട്. ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കിച്ചൺ വർക്ക് ഒക്കെ എല്ലാവരും കൂടെ ചെയ്യുന്ന പിക്ചറൊക്കെ അല്ലെ, സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ തേർഡ് സ്റ്റാൻഡേർഡിലോ ബുക്കൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ വെച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. ദെൻ ജെൻഡർ ബയാസ് ഇൻ കരിക്കുലം. ജെൻഡർ ബയാസ് occurs when curriculum gives unequal importance to genders അല്ലെ. അപ്പോ ഇതാണ് ജെൻഡർ ബയാസ് അല്ലെ, അതായത് നമ്മുടെ കരിക്കുലത്തിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ ബയാസ് കാണിക്കുകയാണെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് ജെൻഡർ ബയാസ് ഈസ് ഒക്കറിങ് ഇൻ കരിക്കുലം. ലിമിറ്റഡ് റിപ്രസെന്റേഷൻ ഓഫ് വിമൻ. പിന്നെ മാത്രമല്ല ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ സമരങ്ങളുടെ കാര്യങ്ങളായാലും ഹിസ്റ്ററിയിൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. ദെൻ സ്റ്റീരിയോടൈപ്പിക്കൽ എക്സാമ്പിൾസ് അല്ലെ, സ്ത്രീകൾ എപ്പോഴും യഥാർത്ഥ വീട്ടമ്മമാരായിട്ട് അങ്ങനെയൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കരിക്കുലം പ്രസന്റ് ചെയ്യുന്നത്. ദെൻ അൺഈക്വൽ ഹിസ്റ്ററിക്കൽ റെക്കഗ്നേഷൻ. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞു വെച്ചാല് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇതൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് തോന്നും അവരൊന്നും അല്ല, ബോയ്സ് ആണ് ഈ ലോകത്തെല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദെയർ കോൺഫിഡൻസ് ഓബിയസ്ലി. ദെൻ ലിമിറ്റഡ് കരിയർ ആസ്പിറേഷൻസ്. അതുകൊണ്ട് അവർക്ക് ഒന്നായി തീരാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാകാം. ദെൻ സൊസൈറ്റി സോഷ്യൽ ഇനീക്വാളിറ്റി. അപ്പൊ അവർക്ക് സൊസൈറ്റിയിലേക്ക് എത്തുമ്പോൾ അവർക്കും ഇതുപോലെ തന്നെ എന്താണ്, ദേ ആർ നോട്ട് കമ്പാറ്റിബിൾ വിത്ത് ദ ബോയ് കൗണ്ടർ പാർട്സ് അല്ലെങ്കിൽ മെയിൽ കൗണ്ടർ പാർട്സ് ഇൻ ദ സൊസൈറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്ക് ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മുടെ കരിക്കുലത്തിലൂടെ അറിയാതെ അവർ പഠിച്ചു പോകുന്ന സംഭവങ്ങളാണ്. ദെൻ ജെൻഡർ സെൻസിറ്റീവ് കരിക്കുലം. എങ്ങനെയാണ് ജെൻഡർ സെൻസിറ്റീവ് കരിക്കുലം? That is, it promotes equality, includes diverse role models അല്ലെ. പുരുഷന്മാരെ മാത്രമല്ല റോൾ മോഡൽസ് ആയിട്ട് കാണിക്കേണ്ടത്, സ്ത്രീകളും അല്ലെ, കുറെ പവർഫുൾ ലേഡീസ് ആർ ദെയർ. എൻകറേജസ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ. അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലും സ്പോർട്സ് ആർട്സിലൊക്കെ ആണെങ്കിലും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താം. അവോയ്ഡ് സ്റ്റീരിയോടൈപ്സ്. ഇതുപോലെ തന്നെ നമ്മൾ സ്ത്രീയായ അങ്ങനെ ചെയ്യണം, പുരുഷനായ അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ദെൻ സപ്പോർട്ട്സ് ഇൻക്ലൂസീവ് ലേണിംഗ്. സ്ത്രീ പുരുഷൻ ജെൻഡർ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം അല്ലെ, അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ജെൻഡർ സെൻസിറ്റീവ് കരിക്കുലം വേണം എന്ന് പറയുന്നത്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ക്രിയേറ്റ്സ് അവയർനെസ്, ബിൽഡ്സ് റെസ്പെക്ട് ഫോർ ഓൾ ജെൻഡേഴ്സ് അല്ലെ, എൻകറേജസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാറ്റിലും, അതായത് ജോബിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ അവരുടെ റൂൾസ് അല്ലെങ്കിൽ റൈറ്റ്സ് അല്ലെ, എല്ലാ അവസരങ്ങളിലും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉറപ്പുവരുത്താൻ ഒക്കെ എന്താണ് ജെൻഡർ സെൻസിറ്റീവ് കരിക്കുലം ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ കോൺഫിഡൻസ് കൂട്ടും അല്ലെ കുട്ടികളിൽ. Then third question, gender roles in mass media. നമുക്കറിയാം മാസ് മീഡിയയിലും ഈ തരത്തിലുള്ള ഫിലിം അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് അല്ലെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇതുപോലെയുള്ള ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താണത്? മാസ് മീഡിയ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസസ് ഐഡിയാസ് അബൌട്ട് ജെൻഡറിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ അല്ലെ, അത് സ്ട്രോങ് ആയിട്ട് ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് മാസ് മീഡിയയിൽ. പരസ്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള ഒരു കാര്യം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയണം.
Mass media means communication to the mass, to a lot of people. For example, television, newspaper, films, advertisement, and social media. Then portrayal of gender in mass media. എങ്ങനെയാണത്? Traditional portrayals include men എങ്ങനെയായിരിക്കണം? സ്ട്രോങ്, ഇൻഡിപെൻഡന്റ്, ഡിസിഷൻ മേക്കേഴ്സ്, അല്ലെ? സ്ത്രീകൾ എങ്ങനെയായിരിക്കണം? ഇമോഷണൽ, അല്ലെ? എപ്പോഴും കരയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കണം. കെയർ ഗിവേഴ്സ്, അപ്പിയറൻസ് ഫോക്കസ്ഡ്, നല്ല സുന്ദരിമാരൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. ഈ തമിഴ് സിനിമകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. യുനോ ഇൻ സം മൂവീസ്, തമിഴ് ഇപ്പൊ ലേറ്റസ്റ്റ് ഹിന്ദി മൂവീസും അങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ട്. അതായത് ഹീറോസ് ഭയങ്കര കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഹീറോയിൻസ് ആണെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ പാട്ടിലൊക്കെ നല്ല സുന്ദരിമാരായിട്ട് നിൽക്കുക. അതിന് മാത്രമായിരിക്കും ഹീറോയിൻസിനെ ഒക്കെ ഹയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാ മൂവിയല്ല, കുറെ മൂവികൾ ഉണ്ട് അങ്ങനെ. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. Then modern media increasingly presents diverse identities. ഇപ്പൊ പുതിയ മോഡേൺ മീഡിയ, പുതിയ കാലത്ത് പുതിയ സിനിമകളിലും നമുക്ക് ഈ മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരുപാട്, അതായത് സ്ത്രീകൾക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരുപാട് മോഡേൺ ഫിലിംസ്, മോഡേൺ അഡ്വർടൈസ്മെന്റ്സ്. തേർഡ് ജെൻഡർ, അതൊരു അഡ്വർടൈസ്മെന്റിൽ, ഒരു ജ്വല്ലറിയുടെ അഡ്വർടൈസ്മെന്റിലാണ് മോഹൻലാൽ വരെ ഒരു സ്ത്രൈണ സ്വഭാവമുള്ള, കുറച്ചൊരു വിമനിഷ് ആയിട്ടുള്ള ഒരു മാൻ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ദെൻ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഇൻ മീഡിയ. അതായത് മെൻ ഷോൺ ആസ് ഡൊമിനന്റ്, അല്ലെ? പുരുഷന്മാർ ഡൊമിനന്റ് ആണ്, സ്ത്രീകൾ അവരെ അനുസരിക്കേണ്ടവരാണ്. വിമൻ ഷോൺ ആസ് ഡിപ്പെൻഡന്റ്, നോട്ട് ഇൻഡിപെൻഡന്റ്, ഡിപ്പെൻഡന്റ്, ആശ്രയിക്കുന്ന ആളുകൾ. ലിമിറ്റഡ് റിപ്രസെന്റേഷൻ ഓഫ് ഡിഫറെന്റ് ഐഡന്റിറ്റീസ്. അതുപോലെ തന്നെ ഈ പല ആളുകളും, മീൻസ് ഈ തേർഡ് ജെൻഡറിനൊന്നും അങ്ങനെ നമുക്ക് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ അവരെ നല്ല പോസിറ്റീവായിട്ട് ഫിലിമിലോ അഡ്വർടൈസ്മെന്റിലോ ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട്. അതിനു മുൻപ് വരെ ഇവരെ പറ്റിയിട്ട് ഒരു മോശ രീതിയിലാണ് ചിത്രീകരിച്ചിരുന്നത്. ജെൻഡർ റോൾസ് ഇൻ അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് മൂവീസ്, അല്ലെ? അഡ്വർടൈസ്മെന്റ്സിൽ വിമൻ ലിങ്ക്ഡ് ടു ഹൗസ് ഹോൾഡ് വർക്ക്. ഇതുപോലെ ഗോൾഡ്, അല്ലെ? ഗോൾഡിനോട് ഭയങ്കര ഫാസിനേഷൻ ഉള്ള ആളുകളാണ് സ്ത്രീകൾ എന്ന് വരുത്തി തീർക്കാനായിട്ട് ഗോൾഡിന്റെ പരസ്യങ്ങളിലൊക്കെ ഇതുപോലെ സ്ത്രീകളെ ആണ് വെക്കുന്നത്. അവരിങ്ങനെ വളയിടുന്നതും എല്ലാത്തിനോട് ഫാസിനേറ്റഡ് ആവുന്നത്, അല്ലെ? മെൻ ലിങ്ക്ഡ് ടു കരിയേഴ്സ്. പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ജോലി, അല്ലെ? അതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണിക്കുന്നത്. പിന്നെ മൂവിയിലാണെങ്കിൽ ട്രഡീഷണൽ ഹീറോ ആൻഡ് ഹീറോയിൻ റോൾസ്. നമുക്കറിയാം പണ്ടത്തെ മൂവിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹീറോസ് ആർ വെരി ഇന്റലിജന്റ്, ദേ ആർ കെയർ ടേക്കേഴ്സ്, അല്ലെ? കെയർ ഗിവേഴ്സ്, കെയർ ഗിവേഴ്സ്. പക്ഷേ സ്ത്രീകൾ എങ്ങനെയാണ്? വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുക. ദേ ആർ ഹൗസ് ഹോൾഡ് വൈഫ്സ്, അല്ലെ? പിന്നെ ദേ ആർ ഓൺലി കോൺഷ്യസ് അബൌട്ട് ദെയർ അപ്പിയറൻസ്. ഒരു റോളും ഉണ്ടായിരിക്കില്ല പ്രത്യേകിച്ച്. Then growing representation of empowered female characters. ഇപ്പൊ ഇന്നത്തെ കാലത്ത് മോഡേൺ ഫിലിംസിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ ഇമ്പാക്ട് ഓഫ് മീഡിയ. അപ്പൊ മീഡിയക്ക് സമൂഹത്തെ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റും, അല്ലെ? ഈ ജെൻഡർ റോൾസിന്റെ കേസിൽ മീഡിയക്ക് ഒരുപാട് സ്വാധീനം ചെലുത്താനായിട്ട് പറ്റിയിട്ടുണ്ട് സമൂഹത്തിൽ. ഇറ്റ് ഇൻഫ്ലുവൻസസ് ആറ്റിറ്റ്യൂഡ്സ്, അല്ലെ? ഇറ്റ് ഷേപ്സ് ഐഡന്റിറ്റി. ഐഡന്റിറ്റി പറഞ്ഞു വെച്ചാൽ വ്യക്തിത്വം ഉണ്ടാക്കാൻ. അപ്പൊ ആളുകൾക്ക് തോന്നുകയാണ് ഇങ്ങനെ തന്നെയാണ് സ്ത്രീകൾ, ഇങ്ങനെ തന്നെയാണ് പുരുഷന്മാർ എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് വരുത്താനായിട്ട് ആർക്ക് പറ്റുന്നുണ്ട്? മീഡിയക്ക്. എഫക്ട്സ് കരിയർ ചോയ്സസ്, ഇൻഫ്ലുവൻസസ് സോഷ്യൽ എക്സ്പെക്ടേഷൻസ്, അല്ലെ? കുറച്ച് മുമ്പ് വരെ സ്ത്രീകൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ജോലി ഏതാ? ടീച്ചി. കാരണം രാവിലെ 10 മണി മുതൽ 4 മണി വരെയുള്ളൂ, രാത്രി പോണ്ട. അതുപോലെ തന്നെ ശനി ഞായർ ഒഴിവ്, 2 മാസം വെക്കേഷൻ, അല്ലെ? കലണ്ടറിൽ ചോപ്പൊക്കെ കണ്ടാലൊക്കെ ഒഴിവ്, സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അല്ലെ? തിരിച്ചു വന്നിട്ട് ബാക്കി പണിയെടുത്താൽ മതി. ഓക്കെ. അപ്പോ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇപ്പൊ മാറുന്നുണ്ട്. മോഡേൺ മീഡിയ, സോഷ്യൽ മീഡിയ ഇതിന് എഗൻസ്റ്റ് ആണ്. മീൻസ് സ്ത്രീകളുടെ അവര് സ്ത്രീകളുടെ ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തണം. ദെൻ ഫോർത്ത് വൺ, ജെൻഡർ ഇനീക്വാലിറ്റി, മീനിങ് ആൻഡ് കോസസ്. എന്താണ് ജെൻഡർ ഇനീക്വാലിറ്റി? Gender inequality refers to unequal treatment, opportunities, rights and access based on gender. Gender base ചെയ്തിട്ട് ഉണ്ടാകുന്ന അൺഈക്വൽ ട്രീറ്റ്മെന്റ്, അല്ലെ? ഈക്വൽ അല്ലാത്ത സ്ത്രീയും പുരുഷനെയും അല്ലെങ്കിൽ തേർഡ് ജെൻഡറിനെയും വ്യത്യസ്ത രീതിയിൽ ആളുകൾ എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. അവർക്ക് വ്യത്യസ്ത ഓപ്പർച്യൂണിറ്റികൾ, മീൻസ് അവരെല്ലാ ജോലികളും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊക്കെ ഒരു തോന്നല് എന്താണ് സമൂഹത്തിന് പണ്ട് മുതലേ ഉണ്ട്. ദാറ്റ് ഈസ് ജെൻഡർ ഇനീക്വാലിറ്റി.
Then causes of gender inequality, cultural tradition. നമുക്കറിയാം ഈ കൾച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജെൻഡർ ഇനീക്വാളിറ്റിയിൽ. എല്ലാ കൾച്ചറിലുള്ള ആളുകൾക്കും ഒരേ രീതിയിലുള്ള ഫ്രീഡം അല്ല കിട്ടുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് കൾച്ചർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ട്രഡീഷണൽ ബിലീഫ് സപ്പോർട്ട് ആൻഡ് ഈക്വൽ റോൾസ്, അല്ലെ? അപ്പൊ ട്രഡീഷൻ അനുസരിച്ചിട്ട് സ്ത്രീയും പുരുഷനും, നമുക്കറിയാം നമ്മുടെ ട്രഡീഷൻ അനുസരിച്ചിട്ട് സ്ത്രീയുടെ സ്ഥാനം എപ്പോഴും അടുക്കളയിൽ തന്നെയാണ്. പെട്രിയാർക്കൽ സിസ്റ്റം, അല്ലെ? പാട്രിയാർക്കൽ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫാദർ സെന്റേർഡ് സൊസൈറ്റി, മെയിൽ ഡോമിനൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോ തീരുമാനങ്ങൾ ആരെ എടുക്കുക കുടുംബത്തില്? പുരുഷന്മാർ. Then educational inequality, unequal access to education. അപ്പോ നമുക്കറിയാം കേരളത്തിൽ വലിയ പ്രോബ്ലം അല്ല, ബാക്കി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് എസ്പെഷ്യലി ഗേൾസിന് മീൻസ് ചെറിയ ക്ലാസ്സുകളിൽ പോലും അവർക്ക് വിദ്യാഭ്യാസം കിട്ടാത്ത ഗേൾസുകളുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം നമ്മുടെ ഇവിടെ ഉണ്ട്, ബോയ്സിനെ പുറത്തൊക്കെ വിട്ട് പഠിപ്പിക്കും, ഗേൾസിന് അങ്ങനെ 4 പുറമുള്ള കോളേജിലൊക്കെ പഠിപ്പിക്കുള്ളൂ. അപ്പൊ അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. ഇക്കണോമിക് ഫാക്ടേഴ്സ്, ലിമിറ്റഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെ? അപ്പം പിന്നെ അതുപോലെ തന്നെ ജോലി കിട്ടാനും, പറഞ്ഞ പോലെ പുരുഷന്മാരാണെങ്കിൽ എവിടേക്കും പോയിട്ട് ജോലി ചെയ്യാം, സ്ത്രീകളാണെങ്കിൽ രാവിലെ പോവാ വൈകുന്നേരം വരെ ഈ രീതിയിലുള്ള ജോലി ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. സോഷ്യൽ എക്സ്പെക്ടേഷൻസ്, ദാറ്റ് ഇസ് റെസ്ട്രിക്ഷൻസ് ബേസ്ഡ് ഓൺ ജെൻഡർ നോംസ്. ഇപ്പോ സൊസൈറ്റി കുറെ കാര്യങ്ങൾ റിസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് ഈ ജെൻഡർ, അതായത് പുരുഷന്മാർ ഇതൊക്കെ ചെയ്യണം, സ്ത്രീകൾ ഇതൊക്കെ ചെയ്യണം എന്നുള്ള. അപ്പൊ അതിനനുസരിച്ച് അവർ ചെയ്യും എന്നുള്ളതാണ് ആര് എക്സ്പെക്ട് ചെയ്യുന്നത്? സൊസൈറ്റി. ദെൻ മീഡിയ ഇൻഫ്ലുവൻസ്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞാണ് റീഇൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റീരിയോ ടൈപ്സ്. Then gender parity in India. ഈ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാക്കാനായിട്ട് ഓപ്പർച്യൂണിറ്റി, അതായത് എല്ലാ ഓപ്പർച്യൂണിറ്റിയിലും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാനായിട്ട് എന്തൊക്കെ ചെയ്യണം? ജെൻഡർ പാരിറ്റി മീൻസ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. എഫേർട്സ് ഇൻക്ലൂഡ് ഈക്വൽ എഡ്യൂക്കേഷണൽ ആക്സസ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അതായത് എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഒരേപോലെയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, വിമൻ എംപവർമെന്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, ലീഗൽ പ്രൊട്ടക്ഷൻ. നമുക്കറിയാം ഒരുപാട് നിയമങ്ങളുണ്ട്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലൊക്കെ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നിയമങ്ങളുണ്ട് സ്ത്രീയെ സംരക്ഷിക്കാനും സ്ത്രീയെ ശാക്തീകരിക്കാനും ഒക്കെ ആയിട്ട്. അവയർനെസ് ക്യാമ്പയിൻസ്, അല്ലെ? Then challenges still remain in education and employment. ഇപ്പോഴും കുറെ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ പറയും ഇപ്പോ സ്ത്രീകൾക്ക് ഫ്രീഡം ഉണ്ട് എന്നൊക്കെ, സ്റ്റിൽ there are numerous problems faced by women in our society. Then fifth one, family and gender roles, അല്ലെ? ഇനി ഫാമിലിയിൽ എങ്ങനെയൊക്കെയാണ് ജെൻഡർ റോൾസ്? നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതുകയും ചെയ്യാട്ടോ എക്സാമ്പിൾസ് ആയിട്ട്. ഫാമിലി ഈസ് ദ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെയർ ചിൽഡ്രൻ ലേൺ ജെൻഡർ റോൾസ്. അപ്പൊ ഫാമിലിയിൽ നിന്നാണ് ഈ ജെൻഡർ റോൾസ് ആദ്യം കുട്ടികൾ പഠിക്കുന്നത്, അല്ലെ? അച്ഛനും അമ്മയും കണ്ടിട്ട് തന്നെ. റോൾ ഇൻ ഫാമിലി ഇൻ സ്റ്റെബിലൈസിങ് ജെൻഡർ റോൾസ്. അപ്പൊ ഫാമിലിക്ക് ഈ ജെൻഡർ റോൾസ് സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ ഒഴിവാക്കി ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫാമിലീസ് ഇൻഫ്ലുവൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? ബിഹേവിയർ, അല്ലെ? ഒരു കുട്ടിയുടെ പെരുമാറ്റം മാറ്റാൻ അവരുടെ ഫാമിലിക്ക് പറ്റും. ഓക്യുപേഷൻ ചോയ്സസ്, അല്ലെ? കുട്ടി ഈ ജോലി ചെയ്യാം എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ചില ഫാമിലികൾ സപ്പോർട്ട് ചെയ്യില്ല. ദെൻ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ്, അല്ലെ? ആൺകുട്ടിയാണെങ്കിൽ എന്താണ്, വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല. പെൺകുട്ടിയാണെങ്കിൽ അമ്മയെ സഹായിച്ചിട്ട് വേണ്ടി വരും സ്കൂളിൽ പോവാനും പഠിക്കാനും ഒക്കെ. ദെൻ ഇമോഷണൽ എക്സ്പ്രഷൻ, അല്ലെ? ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികളൊക്കെ ചിരിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറെ റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ട്രഡീഷണൽ എക്സാമ്പിൾസ് ആണ് ബോയ്സ് എൻകറേജ്ഡ് ടു ബി ഇൻഡിപെൻഡന്റ്, അതായത് സ്റ്റീരിയോ ടൈപ്പ്. ഗേൾസ് എൻകറേജ്ഡ് ടുവേർഡ്സ് കെയർ ഗിവിംഗ്. ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി ആൻഡ് ഫാമിലി, അതായത് എന്തൊക്കെയാണ് ജെൻഡർ റോൾസ്? മെയിൽ റോൾസ് ഏതൊക്കെയാണ്? ഇക്കണോമിക് പ്രൊവൈഡർ, ബ്രെഡ് വിന്നേഴ്സ് ആണ്, ഡിസിഷൻ മേക്കർ. ആക്ച്വലി ഇത് കുറെ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ സ്ത്രീകൾക്ക് ഇപ്പോഴും മാറാൻ കുറച്ച് റെഡി അല്ല എന്നുള്ള ഈ ഇക്കണോമിക് പ്രൊവൈഡറിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവര് ബാക്കി എല്ലാ കാര്യങ്ങളും ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ദേ ആർ നോട്ട് റെഡി ടു ഗോ ഔട്ട്സൈഡ് ആൻഡ് വർക്ക്. ചിലപ്പോൾ പണ്ട് മുതലേ ഉള്ള സബ്ജുഗേഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അവർക്കും എന്താണ്, ദേ ക്യാൻ പ്രൊവൈഡ് ബ്രെഡ് ടു ദെയർ ഫാമിലി. ഓക്കെ, എല്ലാവരും നല്ല പുതിയ കുട്ടികളൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കുറച്ച് പഴയ ആളുകൾ അങ്ങനെ ഇരുന്ന് പോണ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ദേ ആർ നോട്ട് അറ്റ് ഓൾ തിങ്കിങ് അബൌട്ട് അവരുടെ ഡ്യൂട്ടീസിനെ പറ്റി ചിന്തിക്കില്ല, റൈറ്റ്സിനെ പറ്റിയിട്ടാണ് കുറെ ആളുകൾ എപ്പോഴും. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ദെൻ ഡിസിഷൻ മേക്കർ, അവര് ഡിസിഷൻ മേക്കർ ആയിട്ട് പുരുഷന്മാർക്ക് പറ്റൂ
അല്ലെ? സ്ത്രീകളുടെ കാര്യങ്ങൾ കൂടെ തീരുമാനിക്കുന്ന ആരാണ്? പുരുഷന്മാരാണ്. ദെൻ ഫീമെയിൽ റോൾസ് എന്തൊക്കെയാണ്? ചൈൽഡ് കെയർ, അല്ലെ? കുട്ടിയെ നോക്കുക. ഈ കുട്ടിയെ നോക്കുക എന്നുള്ള കാര്യത്തിലാണ് അവരുടെ കരിയറും എല്ലാ കാര്യങ്ങളും നഷ്ടാവുന്നത്. ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് ഒക്കെ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. മോഡേൺ സൊസൈറ്റി എൻകറേജസ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ന്യൂജൻ എസ്പെഷ്യലി ജെൻസി ഒന്നും അതിന് റെഡി ആവുന്നില്ല. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ചെയ്യാം, രണ്ടുപേരും കൂടെ ബ്രെഡ് വിന്നേഴ്സ് ആവാ എന്നുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോ നടക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഈക്വൽ ഫാമിലി റോൾസ്. അപ്പൊ ഷെയറിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ? അത് വേണം, അല്ലെ? ഇറ്റ് പ്രൊമോട്ട്സ് റെസ്പെക്ട്. അപ്പൊ രണ്ടുപേരും ചെയ്യുമ്പോൾ എന്താണ്? ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവും. അല്ലാതെ ഒരാൾ പണിയെടുക്കുക, മറ്റേ കാലും കയറ്റി വെച്ച് ന്യൂസ് പേപ്പർ വായിക്കുക, TV കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് പണ്ടത്തെ രീതിയിലുള്ള ഒരു സാധാരണ വീട് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു റെസ്പെക്ട് ഉണ്ടാവില്ല ഒരിക്കലും പരസ്പരം. ദെൻ റെഡ്യൂസസ് ഡിസ്ക്രിമിനേഷൻ, അല്ലെ? സ്ത്രീ പുരുഷ വിവേചനം ഉണ്ടാവില്ല. ബിൽഡ്സ് കോൺഫിഡൻസ്, അല്ലെ? സ്ത്രീകൾക്ക് കോൺഫിഡൻസ് കൂടും. ദെൻ സപ്പോർട്ട്സ് ഹെൽത്തി റിലേഷൻഷിപ്സ്. അടിമയാണ് എന്നുള്ള തോന്നലൊന്നും സ്ത്രീകൾക്ക് ഉണ്ടാവില്ല ആ സമയത്ത്. ദെൻ സിക്സ്ത് വൺ, സെക്ഷൽ അബ്യൂസ്, വയലൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഗേൾസ് ഓർ വിമൻ. Sexual abuse and violence are serious social issues affecting safety and dignity of women or girls. നമുക്കറിയാതെ അല്ലെ? അപ്പൊ ഇങ്ങനെ സ്ത്രീകൾക്ക് ഈ സെക്ഷൽ അബ്യൂസോ വയലൻസോ ഒക്കെ നേരിട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റും ഉണ്ടാവില്ല. കാരണം അവർക്ക് ഒന്നുമല്ല എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവുന്നത്. അപ്പോ എന്താണ് സെക്ഷൽ അബ്യൂസ്? Sexual abuse includes unwanted sexual behavior, exploitation, harassment or assault. അല്ലെ? അതായത് ആവശ്യമില്ലാത്ത സെക്ഷൽ ബിഹേവിയറോ സെക്ഷലി ഉള്ള ചൂഷണോ ഹരാസ്മെന്റോ, അല്ലെ? അസോൾട്ട് പറഞ്ഞു വെച്ചാൽ എന്താണ്? അവരെ എന്താ പറയാ, വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുക. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ഇതിനെയാണ് നമ്മൾ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്. ദെൻ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ അബ്യൂസ്, അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? അവയർനെസ് എഡ്യൂക്കേഷൻ. കുട്ടികളുടെ അടുത്ത് എസ്പെഷ്യലി നമുക്കറിയാം ഈ പോക്സോ കേസുകളൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അയാൾ നല്ല രീതിയിലാണോ ചീത്ത രീതിയിലാണോ അവരെ തൊടുന്നത് എന്ന് അവർക്ക് അറിയില്ല. അപ്പൊ അത് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുക. അവയർനെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ സേഫ് സ്കൂൾ എൻവയറൺമെന്റ്, അല്ലെ? സ്കൂളിൽ കുട്ടി സേഫ് ആയിരിക്കണം. അപ്പോഴാണ് ഇക്വാളിറ്റി ഉണ്ടാവുക. എന്നാലേ പാരന്റ്സ് കുട്ടിയെ സ്കൂളിലേക്ക് വിടുള്ളൂ. ദെൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തുറന്നു പറയാനായിട്ട് അവരെ പഠിപ്പിക്കുക. റിപ്പോർട്ടിംഗ് മെക്കാനിസംസ്, ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിന്റെ അടുത്തോ പാരന്റ്സിന്റെ അടുത്തോ, ചിലപ്പോൾ ഇപ്പൊ സ്കൂളിലൊക്കെ കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ട്, അപ്പൊ അവരുടെ അടുത്തൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറയാം. ദെൻ പേഴ്സണൽ സേഫ്റ്റി എഡ്യൂക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസം ഒക്കെ പഠിപ്പിക്കാം. ഇപ്പൊ കരാട്ടെ കുംഫു ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ എങ്ങനെ ഇങ്ങനത്തെയുള്ള ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു പോവാം എന്നുള്ള രീതിയിലും കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ പ്രിവെന്റിങ് അബ്യൂസ്, അല്ലെ? ഇപ്പൊ എഡ്യൂക്കേഷന് ഈ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് തടയാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെ? സ്കൂൾസ് ക്യാൻ പ്രൊവൈഡ് അവയർനെസ് പ്രോഗ്രാംസ്, അല്ലെ? നമുക്ക് അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം സ്കൂളുകളിൽ. ടീച്ച് പേഴ്സണൽ സേഫ്റ്റി, അതുപോലെ പേഴ്സണൽ സേഫ്റ്റിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രൊമോട്ട് ജെൻഡർ ഇക്വാളിറ്റി, അല്ലെ? ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ജെൻഡർ ഇക്വാലിറ്റി, ഡെവലപ്പ് കോൺഫിഡൻസ്, അല്ലെ? അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കോൺഫിഡൻസ് സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയിലോ അല്ലെങ്കിൽ സ്ത്രീയിലോ ഒക്കെ ഉണ്ടാവും. പ്രൊട്ടക്ഷൻ ഓഫ് ഗേൾസ് ആൻഡ് വിമൻ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലീഗൽ പ്രൊട്ടക്ഷൻ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിലൊക്കെ പറയുന്നുണ്ട് ഏതൊക്കെ ലോസ് ഉണ്ട് എന്നുള്ളത്. കമ്മ്യൂണിറ്റി സപ്പോർട്ട്, അല്ലെ? സമൂഹം സാധാരണ രീതിയിൽ ഇപ്പോ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ അവർ അബ്യൂസ് നേരിട്ടു എന്ന് പറയുമ്പോൾ അവരെ സമൂഹം അവരെയാണ് മോശമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല, കമ്മ്യൂണിറ്റി അവരെ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സേഫ് പബ്ലിക് സ്പേസസ്, അല്ലെ? പബ്ലിക് സ്പേസസ് ഒക്കെ സേഫ് ആയിരിക്കണം. രാത്രിയൊക്കെ എസ്പെഷ്യലി അവർക്ക് പല ജോലി സംബന്ധമായിട്ടൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. ആ സമയത്തൊക്കെ സേഫ്റ്റി ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പോലീസ്, അല്ലെ, ഉറപ്പുവരുത്തണം. എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ലോസ്. ഏതൊക്കെ ലോകളാണ്, അല്ലെ? ലോസ് ഓഫ് സേഫ്റ്റി ഫോർ വിമൻ ആൻഡ് ഗേൾസ് ഇൻ ഇന്ത്യ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, നമുക്കറിയാം, അല്ലെ? പോക്സോ, അതായത് കുട്ടികളെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സെക്ഷൽ അബ്യൂസിൽ നിന്നും സംരക്ഷിക്കുന്ന നിയമമാണ് പോക്സോ. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അല്ലെ? അതായത് വീട്ടിൽ ഉണ്ടാവുന്ന ആ ഒരു
പീഡനം, ഗാർഹിക പീഡനം, അതിനെതിരെയുള്ള ആക്ട്. ഇറ്റ് പ്രൊട്ടക്ട്സ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് അബ്യൂസ്. സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ആക്ട്. അല്ലെ? അപ്പൊ ജോലി സ്ഥലത്ത് സ്ത്രീകൾ ഒരുപാട് അബ്യൂസുകൾ നേരിടുന്നുണ്ട്. അതിനെതിരെയുള്ള ആക്ടാണ്. ഇറ്റ് പ്രിവെന്റ്സ് വർക്ക് പ്ലേസ് ഹരാസ്മെന്റ്. ക്രിമിനൽ ലോ അമെന്റ്മെന്റ്സ്. അല്ലെ? അപ്പൊ ക്രിമിനൽ ലോ കാലങ്ങളായിട്ട് അമെന്റ് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയാണത്? സ്ട്രെങ്തൻഡ് ലോസ് അഗൈൻസ്റ്റ് സെക്ഷൽ വയലൻസ്. അല്ലെ? ഓരോ കാലങ്ങളായിട്ട് പുതിയ പുതിയ രീതിയിൽ ഇപ്പൊ സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെതിരെയൊക്കെ ഈ അമെന്റ്മെന്റ് ആവശ്യമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ദെൻ ഇത്രയാണ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്, കുറച്ച് 10 മാർക്ക് ക്വസ്റ്റ്യൻസും കൂടെ. ദെൻ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ആൻഡ് ദെയർ ഇമ്പാക്ട്. എന്താണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ്? ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ആർ ഫിക്സഡ് ബിലീഫ്സ് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റോൾസ് ഓഫ് ജെൻഡർ. അല്ലെ? ജെൻഡർ എന്തൊക്കെ, ഈ ജെൻഡറിൽപ്പെട്ട ആള് എന്തൊക്കെ ചെയ്യണം എന്ന് സൊസൈറ്റി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ബോയ്സ് ആർ സ്ട്രോങ്ങർ, ഗേൾസ് ആർ ഇമോഷണൽ. അപ്പൊ ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്പിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലിമിറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ്. അല്ലെ? ബോൾഡ് ആവാൻ പാടില്ല സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുറത്തുപോയി പഠിക്കാൻ പറ്റില്ല. അല്ലെ? അപ്പൊ ഇറ്റ് ലിമിറ്റ്സ് ദെയർ ഓപ്പർച്യൂണിറ്റീസ്, റെഡ്യൂസസ് കോൺഫിഡൻസ്, ക്രിയേറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഈവൻ ഇൻ ഇറ്റ് സ്കൂൾസ്. ദെൻ എഫക്ട്സ് കരിയർ ചോയ്സസ്. അല്ലെ? അതുപോലെ തന്നെ സ്ത്രീകൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫ് ആയിട്ടുള്ള ജോലികൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് ഇക്കണോമിക്കലി ചിലപ്പോൾ അത് കാരണം സഫർ ചെയ്യേണ്ടി വരും. പുരുഷന്മാർക്ക് പുറത്തൊക്കെ പോയി ജോലി ചെയ്യാം, ആൻഡ് ദേ ക്യാൻ ഏൺ മോർ മണി ദാൻ വിമൻ. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഈ ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ദെൻ ഇൻഫ്ലുവൻസ് സെൽഫ് ഐഡന്റിറ്റി. മാത്രമല്ല ഞാനൊരു പെണ്ണാണ്, അതുകൊണ്ട് എനിക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഐഡന്റിറ്റി ആ സ്ത്രീകൾ തന്നെ സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദിസ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് വിച്ച് ഇസ് മെയ്ഡ് ബൈ ദ സൊസൈറ്റി. അല്ലെ? അല്ലാതെ ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നത്. ദെൻ റിഡക്ഷൻ സ്ട്രാറ്റജീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഡ്യൂക്കേഷൻ. ലൈക്ക് മീൻസ് സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, തേർഡ് ജെൻഡറും കൂടെ. മീഡിയ അവയർനെസ് ഉണ്ടാവണം. ഈക്വൽ പാരന്റിങ്. അല്ലെ? പാരന്റ്സിനെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കാണണം രണ്ടുപേരും അടുക്കളയിൽ ജോലി ചെയ്യുന്നത്, രണ്ടുപേരും പുറത്തുപോയി പൈസ ഉണ്ടാക്കി മക്കളെ നോക്കുന്നത്. ഈക്വൽ പാരന്റിങ് ദേ ഷുഡ് വിറ്റ്നസ്. എന്നാലേ അവർക്കും ആ ഒരു ഈക്വാളിറ്റി അവരുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. ദെൻ ടീച്ചർ ട്രെയിനിങ്. ഇപ്പൊ ടീച്ചേഴ്സിനെ ഒക്കെ ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കുക. മീൻസ് ഇങ്ങനെ കുട്ടികളെ രണ്ടുപേരും ഒരു രീതിയിൽ കാണണം എന്ന രീതിയിൽ ടീച്ചേഴ്സിന് ട്രെയിനിങ്സ് കൊടുക്കുക. ദെൻ ലോസ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഗേൾസ് ആൻഡ് വിമൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. മേജർ പ്രൊട്ടക്ഷൻസ് ഇൻക്ലൂഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അല്ലെ? സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശമുണ്ട്. ദെൻ ഡൊമസ്റ്റിക് വയലൻസ് പ്രൊട്ടക്ഷൻ, വർക്ക് പ്ലേസ് പ്രൊട്ടക്ഷൻ, ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. അതിനൊക്കെ റൂളുകളുണ്ട്. വർക്ക് പ്ലേസിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ ദേ ക്യാൻ അപ്രോച്ച് ദ ലീഗൽ സിസ്റ്റം. ദെൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ ലോസ്, പോക്സോ പോലെയുള്ള നിയമങ്ങളുണ്ട്. ഈക്വാലിറ്റി പ്രൊവിഷൻസ്, അതായത് ഒരുപാട് കാര്യങ്ങൾ ഈക്വലൈസ് ചെയ്യാനായിട്ട് പുരുഷന്മാരുടെയും സ്ത്രീകളെയും ഈക്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. ദെൻ അതിന്റെയൊക്കെ പേർപ്പസ് എന്ത് കാര്യത്തിനാണ് ചെയ്യുന്നത്? എൻഷുർ ഡിഗ്നിറ്റി. സ്ത്രീകൾക്കും ഒരേ തുല്യത അല്ലെങ്കിൽ അവരുടെ ഒരു അഭിമാനം ഉണ്ട്. അല്ലെ? ദെൻ പ്രിവെന്റ് വയലൻസ്, പ്രൊമോട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ദെൻ ട്രാൻസ്ജെൻഡർ എന്താണ്? ഇപ്പൊ നമ്മൾ സ്ത്രീകൾ മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സ് ദേ ആർ ഓൾസോ സഫറിങ് ഫ്രം ഇനീക്വാലിറ്റി. അപ്പൊ ട്രാൻസ്ജെൻഡർ മീനിങ്, റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് ട്രാൻസ്ജെൻഡർ? Transgender refers to individuals whose gender identity differs from the gender assigned at birth. അല്ലെ? ജനിക്കുമ്പോൾ സ്ത്രീ ആയിട്ട് ജനിക്കുക, ഒരു ടീനേജ് എത്തുമ്പോൾ മെച്യൂർ ആവുന്ന പ്രായത്തിലാണ് അവർക്ക് മനസ്സിലാവുന്നത് അവരുടെ ഹോർമോൺസും മെന്റൽ സിസ്റ്റം ഒന്നും ആ ഒരു ജെൻഡറിന് ചേർന്നതല്ല. അല്ലെ? അല്ലെങ്കിൽ തിരിച്ചു ആവാം. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറെന്റ് ഓറിയന്റേഷൻ ഉള്ള ആളുകളായിരിക്കാം. അപ്പൊ അവർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. ഏതൊക്കെ അവകാശങ്ങള്? റൈറ്റ് ടു ഇക്വാളിറ്റി. പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ആയതുകൊണ്ട് മിക്കവാറും ആളുകൾ സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറത്താക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അവർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പറ്റില്ല. റൈറ്റ് ടു ഇക്വാളിറ്റി. അല്ലെ? അപ്പൊ അവർക്കും തുല്യമായിട്ട്
എല്ലാ രീതിയിലും എന്താ പറയാ, എല്ലാ എഡ്യൂക്കേഷനിലും എംപ്ലോയ്മെന്റിലും അല്ലെ, അവർക്കും അവരുടേതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാണ്? ഇക്വാളിറ്റി ഉണ്ടാക്കാനായിട്ട്. അവരൊരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അവർക്കും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, അതായത് ജോലി കൊടുക്കുക. ചില സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോബ് അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആളുകളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് പ്രശ്നമാവോ വിചാരിച്ചിട്ട് അവർക്ക് ജോലി കൊടുക്കാതിരിക്കുക. അതൊക്കെ നിയമത്തിന് മുൻപിൽ തെറ്റാണ്. ബിക്കോസ് ദേ ആർ ഈക്വൽ ബിഫോർ ലോ. ദെൻ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, സൊസൈറ്റിയിൽ മറ്റുള്ള ചടങ്ങുകളിലൊക്കെ അവരെ പങ്കെടുക്കാൻ അനുവദിക്കുക. ലീഗൽ റെക്കഗ്നേഷൻ, നിയമപരമായിട്ടും അവർക്ക് ഒരുപാട് മുൻഗണന അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുണ്ട്. Then role of education in preventing sexual abuse and violence. എഡ്യൂക്കേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായത് സെക്ഷൽ അബ്യൂസോ വയലൻസോ ഒക്കെ തടയുന്നതിൽ എഡ്യൂക്കേഷൻ എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെ? അപ്പോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ കോൺഷ്യസ്നെസ് ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് നൗ ഡേയ്സ് എ ലോട്ട് ഓഫ് എഡ്യൂക്കേറ്റഡ് ക്രിമിനൽസ് ആർ ദെയർ. അപ്പൊ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ബൈ ക്രിയേറ്റിംഗ് അവയർനെസ്. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറ്റാണ്, തെറ്റാണ്, നമ്മളത് ചെയ്യാൻ പാടില്ല അല്ലെ. ടീച്ചിങ് കൺസെന്റ് ആൻഡ് ബൗണ്ടറീസ്, അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക എന്താണ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ. സമ്മതമില്ലാതെ ഒരാളെയും തുടരുത്, ഉപദ്രവിക്കരുത്. ബൗണ്ടറീസ്, ഓരോരുത്തർക്കും ഓരോ ബൗണ്ടറി ഉണ്ട്, അത് ക്രോസ് ചെയ്യരുത്. എൻകറേജിങ് റിപ്പോർട്ടിങ്, മാത്രമല്ല ഗേൾസിനോ അങ്ങനെയെങ്കിൽ ബോയ്സിന് പോലും അല്ലെ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചെറിയ ആൺകുട്ടികളെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എൽഡേഴ്സിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ പറയുക, അതിനവരെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക. ദെൻ ബിൽഡിംഗ് സേഫ് എൻവയറൺമെന്റ്സ്, മാത്രമല്ല ചുറ്റുപാടുകൾ എസ്പെഷ്യലി സ്കൂൾ, അവരുടെ വീട്, ഇതൊക്കെ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ കുറച്ച് 5 മാർക്ക് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. ഒരുപക്ഷെ ഇതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരിക്കും. ജസ്റ്റ് ഹാവ് എ ലുക്ക്. ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. എന്താണ് സെക്സ്? ഇറ്റ് ഈസ് ബയോളജിക്കൽ അല്ലെ, ജനിക്കുമ്പോൾ ആൺ പെൺ എന്ന് പറയുന്നതാണ് സെക്സ്. ജെൻഡർ എന്ന് പറഞ്ഞു വെച്ചാൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ റോൾസ്. ഈ ആൺകുട്ടി ഇതൊക്കെ ചെയ്യണം, പെൺകുട്ടി ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്നതാണ് ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജെൻഡർ ഇക്വാളിറ്റി, ഇത് നമ്മൾ ടേബിളൊക്കെ വരച്ചിട്ട് നമ്മൾ ചെയ്തതാണ്, സ്ലൈഡിൽ ഉണ്ടായിരുന്നു. സോ പ്ലീസ് സ്റ്റഡി വെൽ. ദെൻ ജെൻഡർ ഇക്വാലിറ്റി ഇൻ സ്കൂൾസ്, അതിന് എന്തൊക്കെ ചെയ്യണം? ഈക്വൽ പാർട്ടിസിപ്പേഷൻ അല്ലെ, രണ്ടുപേരും ഈക്വൽ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും, ആക്ടിവിറ്റികളിലും, ലീഡർഷിപ്പ് റോൾ ആയാലും ഒക്കെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഷുഡ് ബി ദയർ. ദെൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം അല്ലെ, കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിലായാലും ഗേൾസിനും ബോയ്സിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി ദയർ. ഇൻക്ലൂസീവ് കരിക്കുലം, കരിക്കുലത്തില് ഗേൾസ് മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനെ എല്ലാവരെയും ഉൾപ്പെടുത്തണം. ഈക്വൽ ട്രീറ്റ്മെന്റ്, എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. ദെൻ തേർഡ് വൺ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് ജെൻഡർ. അതായത് ഓപ്പോസിറ്റ് ജെൻഡറിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നത് നല്ലതാണോ? ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഒരു ഗുണം? റെസ്പെക്ട് ഉണ്ടാവും അല്ലെ, കോപ്പറേഷൻ, എമ്പതി, ഇക്വാലിറ്റി അല്ലെ, ഇതെല്ലാം ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ ഉണ്ടാവും. അല്ലാതെ സ്ത്രീകൾ എന്ന് പറഞ്ഞു വെച്ചാൽ അടിമകളാണ്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ദേ ഷുഡ് ബി ദേ ആർ ഔട്ട്കാസ്റ്റ് ഫ്രം ദ സൊസൈറ്റി എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുള്ളൂ? അവരൊരിക്കലും റെസ്പെക്ട് ചെയ്യാനോ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാനോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇക്വാലിറ്റി ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല. ദെൻ ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ്. എന്താണ് ജെൻഡർ ഐഡന്റിറ്റി? ജെൻഡർ ഐഡന്റിറ്റി ഡെവലപ്സ് ത്രൂ, എവിടെ നിന്നാണ് നമുക്ക് ഈ ജെൻഡർ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഫാമിലി, സൊസൈറ്റി, സ്കൂൾ, പേഴ്സണൽ എക്സ്പീരിയൻസസ് അല്ലെ, ഈ കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഒരാൾക്ക് ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടാവുന്നത്. നമുക്കറിയാം ഫാമിലിയിൽ നിന്നാണ് ആദ്യം ഉണ്ടാവുന്നത് ആ ഒരു ജെൻഡർ കോൺഷ്യസ്നെസ് തന്നെ ഉണ്ടാവുന്നത്. ഈ പെൺകുട്ടി ആൺകുട്ടി അവർക്ക് കളിക്കാൻ കൊടുക്കുന്ന ടോയ്സ് മുതൽ പിടിച്ചിട്ട് അല്ലെ, അവർക്ക് ആ ഒരു ഐഡന്റിറ്റി ക്രിയേഷൻ ആണ് ഉണ്ടാവുന്നത്. ഇപ്പം പിന്നെ വീട്ടില് അമ്മയും അച്ഛന്റെയും ജെൻഡർ റോൾസ് അവർ വിറ്റ്നസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ സൊസൈറ്റി അല്ലെ, അവിടെ ഇതുപോലെ കാണുന്നു. സ്കൂൾ ഇതുപോലത്തെയുള്ള വേർതിരിവ് അവര് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഈ ജെൻഡറിൽ പെട്ടതാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ ആവണം എന്നൊരു ഐഡന്റിറ്റി കുട്ടി രൂപപ്പെടുത്തിയെടുക്കുന്നു. ജെൻഡർ സ്റ്റീരിയോടൈപ്സ്, ഫിക്സഡ് അസംഷൻസ് അബൌട്ട് ജെൻഡർ ബിഹേവിയർ. അതായത് നമുക്കറിയാം
സൊസൈറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെ, അൺറിട്ടൺ ലോസ് ആർ ദെയർ ഇൻ ദ സൊസൈറ്റി ലൈക്ക് ബോയ്സ് ഡു നോട്ട് ക്രൈ, ആൺകുട്ടിയല്ലേ കരയാൻ പറ്റുമോ അല്ലെ, ഗേൾസ് കനോട്ട് ലീഡ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുകൾ ഉണ്ട്. ലേഡീസ് ഇതുപോലെ തന്നെ ലീഡേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ സമൂഹം അംഗീകരിക്കില്ല. ദെൻ വയലൻസ് അഗേൻസ്റ്റ് ഗേൾസ് ആൻഡ് വിമൻ, അപ്പോൾ പലതരത്തിലുള്ള വയലൻസ് ഉണ്ട്. ഫിസിക്കൽ വയലൻസ്, ഇമോഷണൽ വയലൻസ്, സെക്ഷുവൽ വയലൻസ്, ഇക്കണോമിക് വയലൻസ് അല്ലെ. അപ്പോൾ ഇതാണ് വയലൻസ്. പിന്നെ അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം, എക്സാമ്പിൾസ് ഒക്കെ എഴുതാട്ടോ നിങ്ങൾക്ക്. ദെൻ ജെൻഡർ റോൾസ് ഇൻ മാസ് മീഡിയ, നമ്മൾ കുറെ ഡിസ്ക്രൈബ് ചെയ്തതാണ്. മീഡിയ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഇൻഫ്ലുവൻസസ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി. മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ ജെൻഡർ റോൾസ് ആണ് കേട്ടോ, ഫെമിനിറ്റി എന്നൊക്കെ പറഞ്ഞ, അതായത് സൊസൈറ്റിയാണ് അത് പറയണം, ആണത്വം ഉണ്ടാവണം അല്ലെ, ഒരു പെണ്ണായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറയുന്ന പോലെ, സ്റ്റീരിയോ ടൈപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നു. ദെൻ ഇമ്പാക്ട് ഓഫ് മീഡിയ ഓൺ ജെൻഡർ റോൾസ്, നമുക്കറിയാം ഇറ്റ് ക്രിയേറ്റ്സ് എക്സ്പെക്ടേഷൻസ് അല്ലെ, സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവണം, ഓ നല്ല രാവിലെ കുളിച്ച് സുന്ദരിയായി അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജെൻഡർ എക്സ്പെക്ടേഷൻസ്. ദെൻ ഷേപ്സ് ബിഹേവിയർ, ഇൻഫ്ലുവൻസസ് ഐഡന്റിറ്റി. മീഡിയ വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്നു, ജെൻഡറിന്റെ കാര്യത്തിലായാലും ജെൻഡർ റോൾസിന്റെ കാര്യത്തിലായാലും മീഡിയ ഒരു പരിധി വരെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ റോൾ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ഇൻ പ്രിവെന്റിങ് സെക്ഷുവൽ അബ്യൂസ്. ടീച്ചേഴ്സിനും പാരന്റ്സിനും സെക്ഷുവൽ അബ്യൂസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ടീച്ചേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് ചിൽഡ്രൻ അല്ലെ, ബോധവൽക്കരിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ കുട്ടികളുടെ അടുത്ത് പറയാം. പോലെ ബോയ്സിനോടാണെങ്കിൽ നാളെ നിങ്ങൾ വലുതാവുമ്പോൾ ഒരു കുറച്ച് റെസ്പെക്ട് ഒക്കെ ഓപ്പോസിറ്റ് സെക്സിന് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ അവരെ അവെയർ ചെയ്യാം. ദെൻ പ്രൊട്ടക്ഷൻ, ഗൈഡൻസ് അല്ലെ, ഇപ്പൊ നല്ല രീതിയിൽ എന്തെങ്കിലും എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച് എന്നുള്ളതൊക്കെ പഠിപ്പിക്കുക. ദെൻ പാരന്റ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷൻ അല്ലെ, ചില വീടുകളിലൊന്നും ഇതിനെ പറ്റിയൊന്നും ആരും സംസാരിക്കാൻ തന്നെ പാടില്ല, അങ്ങനെ ആവരുത്. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികൾ ആദ്യം പറയേണ്ടത് പാരന്റ്സിന്റെ അടുത്താണ്. അപ്പൊ അതിനുള്ളൊരു ഫ്രീഡം അവർക്ക് ഉണ്ടെന്ന് അവർക്ക് തോന്നണം. സോ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി തയ്യാർ. അമ്മമാരും മക്കളും തമ്മിൽ, മീൻസ് അച്ഛനും മക്കളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. സൂപ്പർവിഷൻ, എല്ലാ കാര്യങ്ങളും പാരന്റ്സ് നോക്കണം അല്ലെ. ദെൻ ഇമോഷണൽ സപ്പോർട്ട് അല്ലെ, എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കൂടെ ഉണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുക, തല്ലുക, ഉപദ്രവിക്കുക അതൊന്നുമല്ല പാരന്റ്സ് ചെയ്യേണ്ടത്. ദെൻ ജെൻഡർ ഡിഫറൻസസ് ഇൻ സ്കൂൾ ക്ലാസ് റൂംസ്. സ്കൂൾ ക്ലാസ് റൂംസിൽ എന്തൊക്കെ ജെൻഡർ ഡിഫറൻസസ് ഉണ്ട്? ഡിഫറൻസസ് മേ അപ്പിയർ ഇൻ അല്ലെ പാർട്ടിസിപ്പേഷൻ, ലീഡർഷിപ്പ്, നമുക്കറിയാം അല്ലെ, ഓരോ രീതിയിലും നമ്മൾ പറഞ്ഞതാണ്. സബ്ജക്ട് പ്രിഫറൻസ്, ഒരു സബ്ജക്ട് ടെക്നോളജി അല്ലെ, ഫസ്റ്റ് ഗ്രൂപ്പ് പണ്ടൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എപ്പോഴും ബോയ്സ് ആണ് എടുക്കുക അല്ലെ, സെക്കൻഡ് ഗ്രൂപ്പ് തേർഡ് ഗ്രൂപ്പ് ഒക്കെയാണ് ഗേൾസിന് ഉണ്ടാവുക. ദെൻ സബ്ജക്ട് പ്രിഫറൻസ്, ടീച്ചർ ഇന്ററാക്ഷൻ, ടീച്ചറും ഇതുപോലെ തന്നെ ബോയ്സിനെ കൂടുതൽ കെയർ ചെയ്യുന്ന സ്കൂളുകൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. സ്കൂൾ ഷുഡ് പ്രൊമോട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ സ്റ്റുഡൻസ്. കാരണം ഫാമിലി, സൊസൈറ്റി ഇതിലൊന്നും കൊടുക്കാൻ പറ്റാത്തത് ഒരുപക്ഷെ സ്കൂളിന് കൊടുക്കാൻ പറ്റും, കറിക്കുലത്തിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ വി ക്യാൻ പ്രൊമോട്ട് ഓർ എസ്റ്റാബ്ലിഷ് ജെൻഡർ ഇക്വാലിറ്റി. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു. മാത്രമല്ല ഈ ഒരു കാര്യം കൂടെ പറയട്ടെ, അപ്പൊ നല്ല രീതിയിൽ എക്സാം എഴുതുക. എസ്സേ ആവുമ്പോൾ, പാരഗ്രാഫ് ആവുമ്പോൾ സ്പേസ് ടൈം ലിമിറ്റ് ചെയ്തിട്ട് എഴുതുക. കുറെ നീട്ടി വലിച്ച് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ടൈം ഒന്നും തികയില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് ഇട്ടുന്നില്ലേ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.